നിയോഗം അത് എല്ലാ മനുഷ്യർക്കുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എവിടെ എത്തണം, ആരിൽ എത്തിപ്പെടണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ നിയോഗമാണ്. എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ വിഷ്ണുമായയിൽ എത്താനായിട്ട് ജീവിതത്തിൽ പ്രത്യേക ഒരു നിയോഗം വേണം. അത് ഉജ്ജന്മത്തിലൂടെ കടന്നു വരേണ്ട ഒന്നാണ്. നമ്മളിലേക്ക് പെട്ടെന്ന് എത്തേണ്ട ഒന്നല്ല. ഭഗവാനെ ആരാധിക്കുകയും ഉപാസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഉജ്ജന്മ പുണ്യം തന്നെയാണ്. ഭഗവാനിലേക്ക് എത്താനും അത്ര എളുപ്പമല്ല. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് ഭഗവാന്റെ ചിത്രം നമ്മുടെ മുൻപിൽ തെളിയുന്നത്. അത് പല സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്യും. ചാത്തൻ ആരാണ്, എന്താണ് എന്നൊന്നും അറിയാതെ ചാത്തനെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊന്നും ചാത്തനിലേക്ക് എത്താനുള്ള സമയമായിട്ടില്ല. ചാത്തന്റെ ദർശനം പോലും അവരിലെത്താനുള്ള സമയമായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ജീവിതത്തിന്റെ ഒരു സന്ദർഭം കഴിയുമ്പോൾ ഇവരെല്ലാം ചാത്തനെ അറിയുകയും ചാത്തനിലെത്തുകയും തന്നെ ചെയ്യും. ചാത്തനെ അറിയാനും പ്രാർത്ഥിക്കാനും ഉപാസിക്കാനും ഒക്കെ പുണ്യം കിട്ടിയവർ അത് നശിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ചാത്തൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും.